കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പതിറ്റാണ്ടുകളായി തോളോളം തോൾ ചേർന്ന് പ്രവർത്തിച്ച രണ്ട് നേതാക്കൾ പിണറായി വിജയനും ജി സുധാകരനും ഇന്ന് പരസ്പരം പോർവിളിക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പുകൾക്കപ്പുറം വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും ഭാഷാപരമായ തർക്കങ്ങളിലേക്കും ഈ പോരാട്ടം വളർന്നിരിക്കുന്നു. CPM വിട്ട് UDF വേദിയിലെത്തിയ ജി സുധാകരനെ ചെറ്റത്തരം കാട്ടിയവനെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചപ്പോൾ ആ വാക്കിനെ തന്റെ ദാരിദ്ര്യപൂർണമായ ഭൂതകാലവുമായി ബന്ധിപ്പിച്ച് വൈകാരികമായ തിരിച്ചടിയാണ് സുധാകരൻ നൽകിയത്. ഇത് കേവലം ഒരു വാക്കുതർക്കമല്ല, മറിച്ച് കേരള രാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങളുടെയും ഭാഷാ പ്രയോഗങ്ങളുടെയും പുതിയൊരു വിശകലനത്തിന് വഴിതെളിച്ചിരിക്കുകയാണ്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജി സുധാകരനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. ജി സുധാകരൻ എത്ര വലിയ ചെറ്റത്തരമാണ് കാണിച്ചത്, അതിന് വേറെ വാക്കില്ല, വഞ്ചനയ്ക്ക് ഇതിൽ പുറം വിശേഷണമുണ്ടോ എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. പാർട്ടിയെ വഞ്ചിച്ചും ഗൂഢാലോചന നടത്തിയും മറ്റൊരു പക്ഷത്തിന്റെ പിന്തുണയോടെ സ്ഥാനാർത്ഥിയായി സുധാകരന്റെ നടപടിയെ വിശേഷിപ്പിക്കാൻ സാധാരണഗതിയിൽ വാക്കുകളില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഇതിന് ജി സുധാകരൻ നൽകിയ മറുപടി തികച്ചും വ്യത്യസ്തമായിരുന്നു. ചെറ്റ എന്ന വാക്കിനും അതിന്റെ നിഘണ്ടു അർത്ഥത്തിലേക്കും സാമൂഹിക പശ്ചാത്തലത്തിലേക്കും അദ്ദേഹം വലിച്ചിഴച്ചു. ചെറ്റ എന്ന് വിളിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. 18-ാം വയസ്സ് വരെ ഞാൻ ചെറ്റപ്പുരയിലാണ് ജീവിച്ചത്. ചാണകത്തിണ്ടയിലാണ് കഴിഞ്ഞതും. ചെറ്റപ്പുരയും ചെറ്റക്കുടലും പാവപ്പെട്ടവന്റെ വീടാണ്. ആ ചെറ്റപ്പുരയെ ആക്ഷേപിക്കുകയാണ് എന്നെ ചെറ്റ എന്ന് വിളിക്കുക വഴി മുഖ്യമന്ത്രി ചെയ്തത്, സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയില്ലെന്നും അദ്ദേഹം നിഘണ്ടു വായിച്ചിട്ടില്ലെന്നും സുധാകരൻ പരിഹസിച്ചു. രാഷ്ട്രീയമായ വിയോജിപ്പുകളെ നേരിടാൻ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉപയോഗിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ചേർന്നതല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സുധാകരന് പാർലമെന്ററി മോഹമാണെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിനും കൃത്യമായ മറുപടി സുധാകരന്റെ പക്കലുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ 9 തവണ മത്സരിച്ചുവെന്നും അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ആര് നിന്നാലും ജയിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. ആർക്കും ജയിക്കാൻ കഴിയുന്ന മണ്ഡലത്തിൽ നിന്നാൽ ആർക്കും ജയിക്കാം, അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ജയിച്ചത്. ആലപ്പുഴ പോലെയല്ല കണ്ണൂർ, മരിക്കുന്നത് വരെ AKG പാർലമെന്റ് മെമ്പർ ആയിരുന്നല്ലോ എന്ന സുധാകരന്റെ വാക്കുകൾ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സുരക്ഷിതത്വത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. ആലപ്പുഴയിൽ ജയിക്കാൻ കഠിനാധ്വാനം വേണമെന്നും കണ്ണൂരിലെ പോലെ പാർട്ടി ഗ്രാമങ്ങളുടെ ബലത്തിൽ മാത്രം ജയിക്കാവുന്ന സാഹചര്യമല്ല അവിടെ ഉള്ളതെന്നും അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിച്ചു. പാർലമെന്ററി വ്യാമോഹം എന്ന് തന്നെ വിളിക്കുമ്പോൾ അധികാരത്തിൽ തുടരുന്ന മറ്റുള്ളവരുടെ പശ്ചാത്തലം കൂടി ഓർക്കണമെന്ന മുന്നറിയിപ്പാണ് സുധാകരൻ നൽകിയത്. ജി സുധാകരൻ ദീർഘകാലമായി പാർട്ടിക്കുള്ളിൽ ഗൂഢാലോചന നടത്തുകയായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത്. പാർട്ടി വലിയ തോതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്ന് ഉറച്ച പാർട്ടിക്കാരനായിരുന്ന സുധാകരൻ ഇത്തരത്തിൽ മാറുമെന്ന് കരുതിയില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. സുധാകരനെ അനുനയിപ്പിക്കാൻ താൻ നേരിട്ട് വിളിച്ചിരുന്നുവെന്നും എന്നാൽ അദ്ദേഹം മുൻപേ തന്നെ കളമൊരുക്കുകയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തി. പാർട്ടിയുടെ വിശ്വാസം മുഴുവൻ കളഞ്ഞുകുളിച്ച് ശത്രുപക്ഷത്തിന്റെ പിന്തുണയോടെ നിലകൊള്ളുന്നത് വലിയൊരു പാതകമായാണ് CPM കാണുന്നത്. സുധാകരന്റെ ഈ മാറ്റം പെട്ടെന്നുണ്ടായതല്ലെന്നും അത് ആസൂത്രിതമായിരുന്നുവെന്നും മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറയുന്നു. CPM നേതാവ് വിജയരാഘവന്റെ വിമർശനങ്ങളെയും സുധാകരൻ തള്ളുകയാണ് ചെയ്തത്. വിജയരാഘവന് അമ്പലപ്പുഴയെക്കുറിച്ചോ അവിടെ രാഷ്ട്രീയത്തെക്കുറിച്ചോ യാതൊരു ധാരണയും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിജയരാഘവൻ പ്രസംഗിക്കുന്നിടത്ത് എനിക്ക് 5000 വോട്ട് കൂടുമെന്ന പരിഹാസത്തിലൂടെ വിജയരാഘവന്റെ സാന്നിധ്യം UDF ഗുണകരമാക്കുമെന്നാണ് സുധാകരൻ വാദിച്ചത്. അമ്പലപ്പുഴയിലെ ജനങ്ങൾ തന്നോടൊപ്പം ഉണ്ടെന്നും പുറത്തുനിന്നുള്ള നേതാക്കൾക്ക് അവിടുത്തെ ജനമനസ് അറിയില്ലെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രിയെ താൻ വിമർശിക്കുമെങ്കിലും ചീത്ത പറയില്ലെന്ന് സുധാകരൻ ആവർത്തിച്ചു. അതിന്റെ ഗുരുത്വമാണ്. ചെറ്റ എന്നല്ല വറ്റ മത്സ്യം എന്ന് വിളിച്ചാലും താൻ ചീത്ത പറയില്ല എന്ന സുധാകരന്റെ മറുപടി രാഷ്ട്രീയ മര്യാദകളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും വഴിമരുന്നിട്ടു. തന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോഴും വ്യക്തിപരമായ സ്നേഹബന്ധങ്ങൾ നിലനിർത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ അധിക്ഷേപങ്ങൾ കേട്ട് മിണ്ടാതിരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജി സുധാകരനും പിണറായി വിജയനും തമ്മിലുള്ള ഈ വാക്പോര് കേവലം ഒരു വ്യക്തിപരമായ തർക്കമല്ല, അത് CPM-നുള്ളിലെ ആഭ്യന്തര ജനാധിപത്യത്തെയും ഗ്രൂപ്പ് സമവാക്യങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ്. ആലപ്പുഴയിലെ രാഷ്ട്രീയ മണ്ണിൽ സുധാകരനുള്ള സ്വാധീനം ചെറുതല്ല. അദ്ദേഹത്തിന്റെ വിയോഗം പാർട്ടിക്ക് ഏൽപ്പിക്കാവുന്ന ആഘാതം മറികടക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രംഗത്തിറങ്ങേണ്ടി വരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഭാഷാപരമായ പ്രയോഗങ്ങൾ രാഷ്ട്രീയത്തിൽ എത്രത്തോളം ആഴത്തിൽ മുറിവേൽപ്പിക്കും എന്നതിന്റെ തെളിവാണ് ചെറ്റത്തരം എന്ന പ്രയോഗത്തിന് ലഭിച്ച മറുപടി. പാവപ്പെട്ടവരുടെ ഭാഷയും ജീവിതവും രാഷ്ട്രീയ ആയുധമാക്കുന്ന സുധാകരന്റെ ശൈലി UDF-ന് ഗുണകരമാകുമോ എന്നത് വരും ദിവസങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിക്കും. എന്തായാലും കേരള രാഷ്ട്രീയത്തിലെ ഈ ചെറ്റപ്പുര സംവാദം വരും കാലങ്ങളിലും ചർച്ച ചെയ്യപ്പെടുമെന്നത് ഉറപ്പാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും ജി സുധാകരനും തമ്മിലുള്ള ഈ പരസ്യമായ വാക്പോര് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുവലത് മുന്നണികളുടെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കും. പല രീതിയിലാകും ഇത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുക. ആലപ്പുഴ, അമ്പലപ്പുഴ മേഖലകളിൽ പതിറ്റാണ്ടുകളായി CPM-ന്റെ കരുത്തായിരുന്ന നേതാവാണ് ജി സുധാകരൻ. അദ്ദേഹത്തെ ചെറ്റ എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് പാർട്ടിയിൽ ഒരു വിഭാഗം പ്രവർത്തകർക്കിടയിലും സുധാകരൻ അനുകൂലികൾക്കിടയിലും കടുത്ത അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചാൽ ഇടത് കോട്ടകളിൽ വലിയ വിള്ളലുണ്ടാകും. മുഖ്യമന്ത്രിയുടെ പരുക്കൻ ഭാഷാ പ്രയോഗവും അഹങ്കാരത്തെയും UDF പ്രധാന പ്രചാരണ വിഷയമാക്കും. സാധാരണക്കാരന്റെ ചെറ്റപ്പുരയെ മുഖ്യമന്ത്രി പരിഹസിച്ചുവെന്ന സുധാകരന്റെ വ്യാഖ്യാനം താഴെത്തട്ടിലുള്ള വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുമുണ്ട്.
ഇത് UDF അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കാനും സഹായിക്കും. രാഷ്ട്രീയത്തിന് അതീതമായി സുധാകരന് ആലപ്പുഴയിലുള്ള വ്യക്തിപരമായ സ്വാധീനം UDF സ്ഥാനാർത്ഥികൾക്ക് വലിയ തോതിൽ വോട്ട് മറിക്കാൻ ഉപകരിക്കും. വഞ്ചന ആരോപണം ഉന്നയിച്ച് സുധാകരനെ തളയ്ക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുമ്പോൾ അത് സഹതാപ തരംഗമായി മാറുന്നത് LDFന് തിരിച്ചടിയാകും. ചുരുക്കത്തിൽ ഈ വാക്പോര് കേവലം വ്യക്തിപരമല്ല, മറിച്ച് CPMന്റെ സംഘടനാ സംവിധാനത്തെയും വോട്ട് ബാങ്കിനെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഇത് തിരഞ്ഞെടുപ്പിൽ UDFന് വലിയ മേൽക്കൈ നൽകാനുള്ള സാധ്യതയുമുണ്ട്.